ആലപ്പുഴയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായേക്കും. മത്സരിക്കാനുള്ള സന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. കേരളത്തിൽ സീറ്റുകൾ കൂട്ടുകയാണ് ലക്ഷ്യം. കണ്ണൂരിൽ സുധാകരനും സ്ഥാനാർത്ഥിയാകും. സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ വിജയ സാധ്യത മങ്ങുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. PR പ്രവീണയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രവീണ, KC വേണുഗോപാൽ സന്നദ്ധത അറിയിക്കുകയാണ്. ആലപ്പുഴയിൽ ശക്തമായ മത്സരത്തിനാണ് കളം ഒരുങ്ങുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം നിന്നുകൊണ്ട് തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ മികച്ച വിജയം കരസ്ഥമാക്കാമെന്ന് പാർട്ടിയും KCയും കണക്ക് കൂട്ടുന്നുണ്ടോ? തീർച്ചയായും നിലവിൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കേരളത്തിൽ വീണ്ടും മത്സരത്തിനെത്തുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല മുന്നണിക്കാകെ ഒരു കരുത്താണ്. മാത്രമല്ല ഒരു ദേശീയ നേതാവ് നയിക്കാൻ ഒരു ദേശീയ നേതാവ് ഉണ്ട് എന്ന് പറയുന്നത് കൂടി വലിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയൊരു ഊർജ്ജമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധി വയനാടേക്ക് എത്തുമോ എന്നുള്ളതിൽ ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ലോക്സഭയിൽ മുന്നണിയെയും പാർട്ടിയെയും നയിക്കാൻ ഉതകുന്ന ഒരു നേതാവ് ആലപ്പുഴയിൽ നിന്ന് വരട്ടെ എന്നുള്ള തരത്തിൽ തീരുമാനം ഇപ്പോൾ AICC നേതൃത്വത്തിലും എടുക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പാർട്ടി 2020 പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, 8 മുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനം, അവിടെ നിന്നും കേരളത്തിൽ നിന്നും KC വേണുഗോപാൽ ജയിച്ചു വരട്ടെ എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാലും സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് മാത്രമായിരിക്കും ഒരുപക്ഷെ ആലപ്പുഴയിൽ നിന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് നൽകുക. കണ്ണൂരിൽ MV ജയരാജനെയാണ് CPM അവിടെ മത്സരത്തിനായി ഇറക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെങ്കിലും MV ജയരാജന്റെ പേരിൽ ഫൈനലൈസ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സുധാകരനെ പോലെ തന്നെ ഒരു എതിരാളി വേണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ വിജയ സാധ്യത മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറയുമെന്ന് കണ്ടു തന്നെയാണോ? ഞാൻ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്, അതുകൊണ്ട് പ്രവീണ, എൻ്റെ ചോദ്യം കേൾക്കാമെങ്കിൽ കണ്ണൂരിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന് കരുതിയാണോ സുധാകരനിലേക്ക് തന്നെ കോൺഗ്രസ് എത്തിച്ചേരുന്നത് വീണ്ടും? അങ്ങനെ തന്നെയാണ്. കാരണം സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ പരിഗണിക്കപ്പെട്ട പേരുകളൊന്നും തന്നെ അത്ര കണ്ട് ഇലക്ഷൻ രംഗത്ത് മുൻപ് കേട്ടതോ അല്ലെങ്കിൽ അത്ര കണ്ട് പോരാട്ട രംഗത്ത് സജീവമോ ആയിട്ടുള്ള പേരുകളല്ല. അതുകൊണ്ടുകൂടിയാണ് MV ജയരാജനെ പോലെ കണ്ണൂരിൽ കരുത്തനായ ഒരു ഇടത് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇപ്പോഴത്തു നിന്നും സുധാകരനെ തന്നെ ഇറക്കുന്നത്. സുധാകരനാണെങ്കിൽ മാത്രമേ കണ്ണൂരിൽ പാർട്ടിക്ക് ജയസാധ്യത ഉള്ളൂ എന്നുള്ളത് പാർട്ടി നടത്തിയ സർവേകളിലും വ്യക്തമായിരുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരത്തിന് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. KC വേണുഗോപാലിനെ സമീപിച്ചിരുന്നു. അദ്ദേഹം മത്സരിക്കാമെന്ന് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും സമ്മതമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കണ്ണൂരിൽ സുധാകരൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്നാണ് PR പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്.